വിക്കുള്ള കുട്ടികളിൽ എന്തെല്ലാമാണ് ഡൂസ് ആൻഡ് ഡോൺസ്? ആദ്യം തന്നെ പാരൻസ് ഇവർക്ക് സംസാരിക്കാനുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന സമയത്ത് നല്ല പേഷ്യൻ്റായി ഇരുന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, കുഞ്ഞിന് എവിടെയാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് പ്രകടമാവുന്നത് എന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതായത് ചില കുട്ടികൾക്ക് ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷൻസിൽ പോകുമ്പോൾ പുതിയ ആളുകളെ കാണുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് അധികമായിട്ട് കാണിക്കുക. ഈ സമയത്ത് പാരൻസ് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഇങ്ങനെ ഗ്രേഡഡ് ആയിട്ട് മെല്ലെ 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 അവർക്ക് ഒന്ന് എക്സ്പോസ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ കോൺഫിഡൻസും അവർക്ക് നൽകി അവർ സംസാരിക്കാൻ വേണ്ടി ഒന്ന് പ്രേരിപ്പിച്ചു കൊടുക്കുക. വിക്കുള്ള കുട്ടികളിൽ അപ്പോൾ എന്തെല്ലാമാണ് ഡോൺസ്? ആദ്യം തന്നെ കുഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് അവരധികം കറക്റ്റ് ചെയ്യാൻ പോവാതിരിക്കുക. അവരോട് റിലാക്സ് ചെയ്യൂ, നീ ടെൻഷൻ അടിക്കണ്ട, വേഗത കുറച്ച് സംസാരിക്കൂ, ഇങ്ങനത്തെ കമൻറ്റ്സ് കൂടുതലായിട്ട് അവർ പറഞ്ഞ് കറക്റ്റ് ചെയ്യുമ്പോൾ അവർ സെൽഫ് കോൺഫിഡൻസ് ആണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് പിന്നീട് സംസാരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. രണ്ടാമത്തെ കാര്യം, അവർ സംസാരിക്കുന്ന സമയത്ത് പേഷ്യൻ്റായി ശ്രദ്ധിക്കുക. നമ്മൾ ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിട്ട് അയ്യോ എന്താ ഈ കുഞ്ഞ് എങ്ങനെ സംസാരിക്കണേ എന്നാലോചിച്ച് നമ്മളെ മുഖത്ത് ആ ഒരു ടെൻഷൻ കാണിക്കാതിരിക്കുക. അവർ പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ ടൈം കൊടുക്കുക. നമ്മൾ ഇടയിൽ കയറിയിട്ട് അവരുടെ സെൻറ്റൻസസ് ഫിനിഷ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്.